വിശ്വംസിയായി സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പ്രത്യേകം പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ഏറ്റവും വലിയ പുണ്യം എന്തായിരുന്നു? ഹൃദയവിശുദ്ധിയാണ്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. പരിശുദ്ധ അമ്മയെ ദൈവം സ്വന്തമാക്കിയതിൻ്റെ കാരണം അമ്മയുടെ ഈ ഹൃദയവിശുദ്ധിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ സ്വന്തമാക്കി നമ്മുടെ കൂടെ വരാനും കൂടെ നടക്കുവാനും കൂടെ ജീവിക്കുവാനുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയവിശുദ്ധി ഉള്ളവരായിട്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം, പരിശീലിക്കണം. എങ്ങനെയാണ് ഹൃദയവിശുദ്ധി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക? നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ പാപങ്ങളും ലോകത്തിൻ്റെതായ തിന്മകളും ജഡത്തിൻ്റെതായ മോഹങ്ങളും ജഡികമായ ആസക്തികളുമൊക്കെ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒക്കെ ആക്രമിക്കുവാനും കീഴടക്കുവാനും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ പാപം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങളും ചിന്തകളുമൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. ഈ സമയത്ത് ഇതിനെ എങ്ങനെയാണ് ഈ ചിന്തകളെ, പാപചിന്തകളെ, ജഡമോഹങ്ങളെ, ആസക്തികളെ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സമയത്ത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനാണ് നമ്മൾ പ്രാർത്ഥനകൾ ശീലിക്കണം. നല്ല സുഹൃത ജപങ്ങൾ ചൊല്ലി ശീലിക്കണം. നല്ല പ്രാർത്ഥനകൾ, നമുക്കറിയുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിരന്തരം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനകൾ നിറച്ച് വെക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ, എൻ്റെ അമ്മ എന്നെ സഹായിക്കണമേ, എൻ്റെ അമ്മ എന്നെ കാത്തുകൊള്ളണമേ. ഇങ്ങനെയുള്ള സുഹൃത ജപങ്ങൾ, എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനകൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ച് സംഭരിച്ച് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള പ്രലോഭനമുണ്ടാകുമ്പോൾ, പാപവികാരങ്ങളുണ്ടാകുമ്പോൾ, പാപവിചാരങ്ങളുണ്ടാകുമ്പോഴൊക്കെ നമ്മളറിയാതെ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരും. അങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, നമ്മളൊരു പാത്രത്തിനകത്ത് നല്ല സാധനം, സുഗന്ധമുള്ള സാധനം ഇട്ട് വെച്ചിട്ട് അത് തുറന്നു നോക്കിയാൽ അതിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വരും. ദുർഗന്ധമുള്ള സാധനം ഇട്ടിട്ട് വെച്ച് ഇവിടെ കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരും. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്മയും വിശുദ്ധിയും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിച്ച് വെച്ച് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, കുടുംബത്തിൽ, മാതാപിതാക്കൾക്ക്, മക്കൾ, അയൽവാസികളടുത്തൊക്കെ പോയി ജീവിച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയവിശുദ്ധി ഉള്ള നന്മകൾ പുറത്തേക്ക് വരും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹൃദയവിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.